ഇത് നമ്മുടെ സൂരജിന്റെ ഭാര്യയല്ലേ? ഏയ്, എന്തിനാടി തള്ളുന്നേ? അകത്ത് കയറി ഇവര് പുറത്തു വരണ്ടേ, എന്നാലല്ലേ ക്യൂ മുന്നോട്ട് നീങ്ങും. അതേ ചേട്ടത്തി, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ മണിക്കൂറുകളാകും നിങ്ങൾ ഇറങ്ങാൻ. നിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് വാ അടയ്ക്കുന്നോ അതോ ഇതുകൊണ്ട് ഞാൻ കുളിപ്പിക്കണോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ. ആഹാ, നിന്നെ ഞാൻ ഇന്ന് ഓ ഗോഡ്, ഇവിടുത്തെ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. വേറെന്തെങ്കിലും വഴി കണ്ടെത്താം. പുറകിലോട്ട് എങ്ങോട്ടാ മഹാറാണി പോകുന്നേ? മുന്നോട്ട് ചെല്ല്, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ചെല്ല്. ഏതൊക്കെ അതിങ്ങ് തന്നേക്കും. ബക്കറ്റ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ആഹാ, എത്തിയല്ലോ. ബക്കറ്റ് പിടിക്കാനും സഹായിക്കാനും കുറെ ആളുകൾ. കൊള്ളാലോ. ഞാൻ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടുന്നവരാ. അവിടെ ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ വയ്യ. ചെല്ല്, അമ്മ നിങ്ങളെ രണ്ടുപേരും അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട്. ചെല്ല്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങോട്ട് തള്ളി കേറാൻ നോക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോക്കിക്കോ, ഭയങ്കര രസമായിരിക്കും. ഒന്ന് ക്ഷമിക്ക്. ക്ഷമിച്ചോണ്ട് എത്ര നേരം നിൽക്കും? മര്യാദ നടക്കാൻ. ഓ ഗോഡ്, എന്നെ കൊണ്ട് ഇതൊന്നും കേൾക്കാൻ വയ്യ. എനിക്ക് വേണ്ട. ഹെൽത്ത് ശരിക്കും ശരിയായിട്ടില്ല. അപ്പോഴേക്കും രാത്രി ചുറ്റി അടിക്കാൻ തുടങ്ങി. എന്തായത്? മാത്രമല്ല ചേട്ടത്തിക്ക് വിഷമം. ഓക്കെ, ജീവിതത്തിൽ പറയില്ല, ഒരിക്കലും പറയില്ല. ഓക്കെ, അല്ല ഇതാര്? ചേട്ടത്തിയോ? ചേട്ടത്തി നമസ്കാരം. എന്താ ചേട്ടാ? ഞാൻ ചേട്ടനോട് പറഞ്ഞോണ്ട് വരികയായിരുന്നു ചേട്ടത്തി വിഷമിക്കുമെന്ന്. ശരിയല്ലേ? ഓ സോറി സോറി സോറി. നിക്ക്, നിങ്ങള് വീട്ടില് ടോയ്ലറ്റ് എന്താ കിട്ടാത്തെ? എന്റെ വീട് എന്റെ ടോയ്ലറ്റ്. കിട്ടിയാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഇത് പാവപ്പെട്ടവര് താമസിക്കുന്ന സ്ഥലമാണ് മാഡം. നിങ്ങളുടെ രാജകൊട്ടാരമൊന്നും അല്ല. ഇവിടെ ആൾക്കാർ ജീവിക്കല്ല, ജീവിച്ച് തീർക്കുക ചെയ്യും. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുള്ളതേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് സമയങ്ങളത് ഇവിടുന്ന് പോവാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇല്ല. ഇല്ലേ? എന്നാ ശരി, സ്വയം കണ്ടുപിടിച്ചോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്. ഞാൻ എന്തായാലും പോവാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സൂരജ്, സൂരജ് നിക്ക്. ഇവ ശരിക്കും ഉറങ്ങാൻ പോയല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച എന്താ കിട്ടാത്തത്? എടാ കള്ള സൂരജേ, വഴി കിട്ടി എനിക്ക്. എക്സ്ക്യൂസ് മീ. എന്താ? ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? സോറി മാഡം, ഇത് പബ്ലിക് ടോയ്ലറ്റ് ഒന്നുമല്ല. വേറെ എവിടെയെങ്കിലും നോക്കൂ പ്ലീസ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വട്ടുപിടിച്ചിരിക്കുക. ഏത് ഡെലിവറി എങ്ങോട്ട് പോകണ്ടെന്നറിയാതെ വട്ടുപിടിച്ചിരിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്താലോ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ആ പ്ലീസ്. ഇതാ കണ്ടോ, ഇവിടെ ഡെലിവറി നമ്പർ വരും. അപ്പോ ഇവിടെ പോപ്പപ്പ് വരുമല്ലോ. അപ്പൊ ആ ബോയ് പറയുന്ന സ്ഥലത്താ ഡെലിവറി ചെയ്യണ്ടേ. അതുപോലെ ഇതാ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ഇവിടുത്തെ പണി പോയേനെ. എനിക്കാണ് ഈ ജോലി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിലെ എല്ലാ ജോലികളും അറിയാവുന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജോലി കയറിയത്. പതിയെല്ലാം പഠിക്കാന്നേ. ഇതിപ്പോ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. അതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യാലോ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? കുഴപ്പമില്ല മാം, ആരോടും പറഞ്ഞേക്കരുത്. തെരുവിലെ ബാക്കിയുള്ള സ്ത്രീകളും കൂടെ വരാൻ തുടങ്ങിയാൽ എന്റെ പണി എന്തായാലും പോയി കിട്ടും. ഞാൻ ആരോടും പറയില്ല, ഉറപ്പാ. എന്നാ ശരി. വാഷ്റൂം ദാഹ്വാദം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇന്നലെ എന്താ വരാതിരുന്നേ? എന്താ എന്നെ കാത്തിരിക്കായിരുന്നോ?
ഞാൻ നിന്നെ കാത്തിരിക്കാൻ, നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നെ സംബന്ധിച്ച് ടൈം വേസ്റ്റാ. അപ്പൊ പിന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം? എന്ത് ചോദിച്ചോ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ആരോ? കാവ്യ, ഇത് ജ്യൂസ് എങ്ങനെ നിന്റെ മുഖത്തൊക്കെ വീണ്? അത് ആക്ച്വലി എന്റെ കാലൊന്ന് വഴുതിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ജ്യൂസ് ആകെ മേത്തൂടെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നടക്കണ്ടേ? ശ്രദ്ധിക്കും. ഇതിപ്പോ ഈ രൂപത്തിൽ നിന്നെ ആരെങ്കിലും ഒക്കെ കണ്ടാ അവരൊക്കെ എന്താ വിചാരിക്കുക? സ്വയം ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ആരവിന്റെ കാര്യങ്ങൾ നല്ലപോലെ നോക്കാൻ പറ്റില്ലെന്ന് കരുതില്ലേ? ആ പറഞ്ഞത് ശരിയാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി. അതൊന്ന് താഴോട്ടാക്കോ, എക്സസൈസ് ചെയ്യാനുള്ളതാ. നീ എന്തിനാ ചേട്ടത്തൊരു കള്ളം പറഞ്ഞേ? നിന്റെ ദേഹത്ത് ജ്യൂസ് ആക്കിയത് ഞാനാണെന്ന് പറയുന്നില്ല എനിക്ക്. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെയും ചിന്തകളെയൊക്കെ സ്ട്രോങ് ആക്കണമെന്ന്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യോ, ഞാൻ ചെയ്തത് എന്റെ ശരി. എന്നാ അന്ന് ഞാൻ കാരണം നിനക്ക് മുറിവ് പറ്റി. സോറി. അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഹാഷയെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുല്യരായ ആളുകൾ തമ്മിലാണ് വേണ്ടത്. ഞാൻ ഈ ബന്ധം ഒരു കെയർടേക്കറും മുതലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എക്സസൈസ് ചെയ്താലോ സർ? രാത്രി മുഴുവൻ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നോ എന്തോ, എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഇവിടെ ഈ റൂമിൽ എങ്ങനെ സാരി ഉടുക്കാനാ? എന്താ നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്താ മര്യാദക്ക് സാരി ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ? അല്ലെങ്കിൽ നീ ഒന്ന് പുറത്തു പോ, വേഗം ആവട്ടെ. മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി ഓരോന്ന്. സൂരജ്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഓക്കെ, ഇങ്ങോട്ട് വരണ്ട.